ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അവർ യൂത്ത് എന്ന സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പ്രസൻറ്റ് സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ജിന്നിപ്പോൾ ഒരു ബീച്ചിൻ്റെ അവിടേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവൻ സ്വയം പറയുന്നുണ്ട്, നീ പറഞ്ഞ ഒരു ബീച്ചിലേക്ക് ഞാൻ വന്നു, ഇവിടം കാണാൻ നല്ല മനോഹരമാണ്, എന്നാൽ ഞാനിപ്പോൾ ഇവിടെ ഒറ്റപ്പെട്ടിട്ടാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് അവൻ സ്വയം ഇരുന്നിട്ട് വീണ്ടും ആ ഒരു ഡയറി എഴുതാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ പിന്നെ നമ്മൾ ആ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും രാവിലെ തന്നെ ക്ലാസ്സിലേക്ക് ഹാരു വരുവാണ്. ഹാരു സീറ്റിൽ വന്നിരിക്കുന്നതും അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ജിന്നാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. കാരണം കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ നമ്മൾ കണ്ടതാണ് ഹാരു ജിന്നിനെ കിസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഹാരു വന്നപ്പോഴത്തേക്കും ജിന്ന് അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ അങ്ങ് തിരിഞ്ഞ് നടന്നു പോകുന്നുണ്ട്. ഹാരു അപ്പോൾ ജിന്നിനെ ശ്രദ്ധിച്ചിട്ട് അവൻ്റെ പുറകെ പോകുന്നുണ്ട്. ജിന്ന് നേരെ പോയത് വാഷ്റൂമിലേക്കായിരുന്നു. അവിടെ ചെന്നിട്ട് അവൻ കൈ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഹാരു അങ്ങോട്ടേക്ക് വന്നിട്ട് നീ എന്നെ ഇഗ്നോർ ചെയ്യുവാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ജിന്നപ്പോൾ ഞാനെന്തിനാ അങ്ങനെ ചെയ്യുന്നത് എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. ആ സമയം ഹാരു ആണെങ്കിൽ ഇന്ന് ഞാൻ നിൻ്റെ റൂമിലേക്ക് വന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാ, എക്സാംസൊക്കെ വരെയല്ലേ, എനിക്ക് പഠിക്കാനുണ്ടെന്ന് പറയാണ്. ഹാരു അപ്പോൾ എങ്കിൽ ഓക്കെ, ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ജിന്നിൻ്റെ അടുത്തേക്ക് ക്ലോസായി ചെന്ന് നിന്ന് ജിന്ന് കൈ എഴുതുന്ന അതേ പൈപ്പിൽ നിന്ന് അവനും കൈ എഴുതാണ്. ജിന്നപ്പോൾ മാറി നിന്നിട്ട് നീ എന്തായി ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഹാരു ആ സമയം കൈ തുടയ്ക്കാനായിട്ട് നിൻ്റെ ഹാൻഡ് കർച്ചീഫ് എനിക്ക് തരാനായിട്ട് പറയാണ്. അങ്ങനെ ജിന്ന് അവൻ്റെ കർച്ചീഫ് ഹാരുവിന് കൊടുക്കുന്നുണ്ട്. ആ സമയം ചോദിക്കുന്നുണ്ട് നിനക്കെന്നെ ഇഷ്ടമാണോ എന്ന്. ആ സമയം ഹാരു അങ്ങനെയൊന്നുമില്ല, നമ്മൾ രണ്ട് പയ്യന്മാരല്ലേ, അപ്പോൾ പിന്നെ നമ്മളെങ്ങനെ ഇഷ്ടത്തിലാവുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജിന്ന് അപ്പോൾ പിന്നെ കിസ്സ് ചെയ്യുന്നതിൽ നിനക്കൊരു കുഴപ്പമില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം കിസ്സും ഒരാൾ ഇഷ്ടപ്പെടുന്നതും രണ്ട് കാര്യങ്ങളല്ലേ എന്നിങ്ങനെ ഹാരു പറയുന്നതും ജിന്ന് ചോദിക്കുവാണ്, അപ്പോൾ ഇഷ്ടമല്ലാത്ത ഒരാളെ കിസ്സ് ചെയ്യുന്നതിൽ നിനക്ക് കുഴപ്പമൊന്നുമില്ലേ എന്ന്. ആ സമയം ഹാരു ആണെങ്കിൽ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്നെ കിസ്സ് ചെയ്തത് നിനക്ക് അത്രയ്ക്ക് മോശമായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ ടൈമിന് ജിന്നൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം ആ സമയത്ത് അങ്ങോട്ടേക്ക് ഹാരുവിൻ്റെ ഫ്രണ്ട് കയറി വരുന്നുണ്ട്. അങ്ങനെ അവൻ വരുന്നതും ജിന്ന് ഇവിടെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും ജിന്നും ഹാരുവും തമ്മിൽ എന്തോ അടി അടക്കമാണെന്ന് കരുതിയിട്ട് നേരെ അവനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വരുന്നുണ്ട്. എന്നാൽ ഹാരു ആണെങ്കിൽ ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല, അവൻ ജസ്റ്റ് എനിക്ക് ഹാൻഡ് കർച്ചീഫ് തന്നെയാണെന്ന് പറഞ്ഞിട്ട് തിരിച്ച് ജിന്നിൻ്റെ അടുത്ത് ഹാൻഡ് കർച്ചീഫ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജിന്ന് അവിടെ നിന്ന് പോവാണ്. പിന്നീട് അങ്ങോട്ട് അന്ന് നൈറ്റ് ആയാലും ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ മോർണിംഗ് ടൈമിലായാലും ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ നൈറ്റ് ടൈം ആയാലും പിന്നീട് അങ്ങോട്ടുള്ള കണ്ടിന്യൂസ് ദിവസങ്ങളിലെല്ലാം തന്നെ ഹാരു അവൻ്റെ വീട്ടിൽ നിന്ന് ഓരോ CD എടുത്തിട്ട് നേരെ ജിന്നിൻ്റെ വീട്ടിലേക്ക് പോകും. ജിന്നിനാണെങ്കിൽ ഈ സിനിമ കാണാൻ താല്പര്യമില്ലെങ്കിലും ഹാരുവിനെ കൊണ്ടാവും പോവുകയും ചെയ്യും. ഹാരു എന്നിട്ട് ജിന്നിൻ്റെ വീട്ടിൽ ഇരുന്ന് സിനിമ കാണുകയും ചെയ്യും. ആ സമയം ജിന്ന് റൂമിൽ ഇരുന്ന് പഠിക്കുകയും ചെയ്യുമായിരിക്കും. അങ്ങനെ ഒരു ദിവസം നൈറ്റ് ഹാരു ഇങ്ങനെ ജിന്നിൻ്റെ വീട്ടിൽ ഇരുന്ന് സിനിമ കാണുന്ന ടൈമിന് പഠിച്ചുകൊണ്ടിരുന്ന ജിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആ സമയം ഹാരു അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് എനിക്ക് കുടിക്കാൻ വെള്ളം വേണമെന്ന് പറയാണ്. അങ്ങനെ അവൻ ഹാരുവിന് കുടിക്കാനായിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട്. ജിന്നും വെള്ളം എടുത്ത് കുടിക്കുകയാണ്. ആ സമയം ജിന്ന് ഹാരുവിൻ്റെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്, നിൻ്റെ ദേഹത്തുനിന്ന് ഒരു സ്മെല്ല് വരുന്നുണ്ട്, പക്ഷേ ഇത് സിഗരറ്റിൻ്റെ സ്മെല്ലല്ലാന്ന്. ആ സമയം ഹാരു അത് പിന്നെ ഞാനിപ്പോൾ സ്പ്രേ ഒക്കെ ഉപയോഗിച്ച് തുടങ്ങി, പിന്നെ ഞാനിപ്പോൾ മൗത്ത് വാഷും ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ജിന്ന് നീ അതൊക്കെ യൂസ് ചെയ്യാറുണ്ടോ, നീ ആ കാര്യത്തിലെല്ലാം ശ്രദ്ധിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ മാത്രം ഞാനത് ശ്രദ്ധിക്കാറുണ്ട്, നിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴും നല്ല സ്മെല്ലാണ്, എനിക്കത് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ജിന്നിൻ്റെ അടുത്തേക്ക് ക്ലോസായി ചെന്നിട്ട് അവൻ്റെ ആ ഒരു സ്പ്രേ ഹാരുവിനെ സ്മെല്ല് ചെയ്ത് നോക്കുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പതറുന്നുണ്ട് ഹാരു ഇത്രയും ക്ലോസ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ. എന്നിട്ട് ഹാരു പറയാണ് ഈ സ്മെല്ല് കിട്ടുമ്പോൾ നേരത്തെ ചെയ്ത അതേ കാര്യം എനിക്ക് വീണ്ടും ചെയ്യാൻ തോന്നുന്നുണ്ടെന്ന്. അവൻ ഉദ്ദേശിച്ചത് ആ കിസ് ചെയ്യുന്ന കാര്യമാണ്. അത് മനസ്സിലായതുകൊണ്ട് തന്നെ ജിന്നാണെങ്കിൽ ഞാൻ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് റൂമിലേക്ക് ഇരിക്കുകയാണ്. എന്നാൽ റൂമിൽ ചെന്നിരിക്കുമ്പോഴത്തേക്കും ഹാരു അവൻ്റെ അടുത്തേക്ക് ക്ലോസ് ആയിട്ട് വന്ന ആ ഒരു കാര്യമൊക്കെ ഓർത്തിട്ട് ജിന്നാണെങ്കിൽ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നുണ്ട്. ആ സമയം ജിന്നിൻ്റെ അച്ഛൻ കോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ അച്ഛനാണെങ്കിൽ അവനെ വിളിക്കുമ്പോഴത്തേക്കും അങ്ങനെ എപ്പോഴും വിളിക്കാറില്ലാത്തതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം അച്ഛൻ നീ ബിസി ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയാണ്. ആ സമയം അച്ഛൻ നിങ്ങൾ ഒരുമിച്ച് പഠിക്കുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ അതേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഇപ്പോൾ വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. ആ സമയം അച്ഛൻ അത് പിന്നെ എൻ്റെ ഒരു പുതിയ മൂവി റിലീസാകാൻ പോവാണ്, അപ്പോൾ അതിൻ്റെ പ്രീമിയറിന് നീ പറ്റുമെങ്കിൽ വരാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം അവൻ വരാൻ പറ്റും തോന്നുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും അച്ഛനാണെങ്കിൽ കുഴപ്പമില്ല, നീ പറ്റുമെങ്കിൽ വന്നാൽ മതി, ഞാൻ നിൻ്റെ ഫോഴ്സ് ഒന്നും ചെയ്യുന്നില്ല, പിന്നെ ഒറ്റയ്ക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രണ്ടിനെയും കൂടെ കൂട്ടിക്കൊള്ളാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ പറ്റിയാ വരാമെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവൻ റൂമിൽ നിന്ന് എന്തോ ആലോചിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കഫേയിലിരുന്ന് പഠിക്കുന്നതാണ്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വരുന്ന സമയത്ത് എപ്പോഴും ഹാരുവിനെ കാണുന്ന ആ ഒരു സ്ഥലത്ത് ഇന്ന് അവനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജിന്നാണെങ്കിൽ അവൻ എവിടെയും പോയി കാണുമെന്ന് എഴുതിയിട്ട് വീട്ടിലേക്ക് നടന്നു പോകുന്നുണ്ട്. ഇതേസമയം ഹാരുവിനെ കാണിക്കുമ്പോൾ അവന് മറ്റ് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അറിയാമെന്നുള്ള ആൾക്കാർ, അവരെന്ന് പറയുമ്പോൾ എല്ലാവരും സ്കൂളിൽ പഠിക്കുന്നവരല്ല, പൈസ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നടക്കുന്ന പല പരിപാടിയും ചെയ്യുന്ന കുറേ പയ്യന്മാരായിരുന്നു. ഇവന്മാരുടെ കൂടെ ഒരു ക്ലബ്ബിൽ നിന്നിട്ട് ഇവനാണെങ്കിൽ ഇപ്പോൾ ബില്ലിയാർഡ്സൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവൻ പുറത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. അവനങ്ങനെ സിഗരറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവനാണെങ്കിൽ ജിന്നുമായിട്ടുള്ള ആ ഒരു ചാറ്റൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് കറക്റ്റ് ജിന്ന് ഇവനെ കോൾ ചെയ്യുന്നത്. ജിന്നാണെങ്കിൽ വീട്ടിൽ ചെന്ന സമയത്ത് നോക്കിയപ്പോഴത്തേക്കും
ഹാരുവിൻ്റെ സ്പ്രേ ബോട്ടിൽ അവിടെ ബാത്റൂമിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യം പറയാനായിട്ടാണ് അവനിപ്പോൾ ഹാരുവിനെ കോൾ ചെയ്യുന്നത്. വിളിച്ചപ്പോൾ തന്നെ ഹാരു കോൾ എടുക്കുന്നുണ്ട്. അങ്ങനെ ജിന്ന് പറയുകയാണ്, ഇവിടെ ഇരിക്കുന്ന സ്പ്രേ നിൻ്റേതാണോ, നീ മറന്നു വെച്ചിട്ട് പോയതാണോ എന്ന്. ഹാരു ഇപ്പോൾ അത് എൻ്റേതാണെന്ന് പറയുമ്പോൾ ജിന്നാണെങ്കിൽ നീ ഫ്രീ ആകുമ്പോൾ വന്ന് എടുക്കാനായിട്ട് പറയുന്നുണ്ട്. ഹാരു അത് കേട്ടോണ്ടേ തന്നെ ഞാൻ ഫ്രീയാണ്, ഞാൻ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട് ജിന്ന് പറയുന്നതെന്ന് കേൾക്കാൻ നിൽക്കാതെ കോൾ കട്ട് ചെയ്തിട്ട് ഓടിപ്പോവാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ജിന്നിൻ്റെ ആ ഒരു വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ജിന്നപ്പോൾ നീ ഇത്ര അത്യാവശ്യപ്പെട്ട് വരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ സ്പ്രേ ബോട്ടിൽ അങ്ങ് കൊടുക്കുന്നുണ്ട്. ആ സമയം ഹാരു അപ്പം തന്നെ ആ സ്പ്രേ ഒക്കെ അവൻ്റെ ദേഹത്തടിച്ചിട്ട് നിൻ്റെ വീട്ടിലോട്ട് വരുന്ന സമയത്ത് ഞാൻ അടിപൊളിയായിട്ട് ഇരിക്കണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് ജിന്നിൻ്റെ കൂടെ അങ്ങ് വീട്ടിനകത്തേക്ക് കയറി പോകാനായിട്ട് തുടങ്ങുകയാണ്. ആ സമയം ജിന്ന് പറയുന്നുണ്ട് അതിനെങ്കിൽ അതിനകത്തേക്ക് വിളിച്ചില്ലല്ലോ എന്ന്. എന്നാലും ഹാരു ആണെങ്കിൽ അതൊന്നും കേൾക്കാൻ നിൽക്കുന്നില്ല, ജിന്നിൻ്റെ കൂടെ അകത്തേക്ക് പോകുന്നുണ്ട്. അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ജിന്നാണെങ്കിൽ ടി വിയിൽ ഒരു സിനിമ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് കാണുമ്പോൾ ഹാരു ആണെങ്കിൽ നീ സിനിമ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ജിന്നപ്പോൾ ഇല്ല, ഞാൻ ഇപ്പം ടി വി ഓണാക്കിയതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനവിടെ ഇരിക്കുന്നുണ്ട്. ഹാരു ആ സമയം നീ സിനിമ കാണുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹാരു ഇരുന്ന് സിനിമ കാണുന്നുണ്ട്. ആ സമയം ജിന്നാണെങ്കിൽ അതിൽ ആക്ടറിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, വേണമെങ്കിൽ ആ ആക്ടറിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കാം, അല്ലാണ്ട് അത് കാണാനായിട്ട് വേറെ റീസണൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഹാരു അയാളെക്കാളും എന്നെ കാണാൻ പിന്നെയും കൊള്ളാമല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ജിന്ന് നീ ഇത് എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഹാരു പെട്ടെന്ന് ജിന്നെ കിസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാനും പോയി സിനിമയിൽ അഭിനയിച്ചാലോ എന്നിങ്ങനെ പറയാണ്. എന്നാൽ പെട്ടെന്ന് ഹാരു കിസ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ഷോക്കിൽ ജിന്നാണെങ്കിൽ നീ എന്താ ഇങ്ങനെ എന്നിങ്ങനെ ചോദിച്ചിട്ട് പെട്ടെന്ന് തന്നെ റൂമിലേക്ക് ഒരു ഡോർ അടയ്ക്കുന്നുണ്ട്. അടുത്ത ദിവസം ജിന്നാണെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ടൈമിൽ അതിൽ ജോർജ് ആണെങ്കിൽ ഒരു പെങ്കൊച്ചായിട്ട് ഡേറ്റിംഗ് ചെയ്തിട്ട് ബ്രേക്കപ്പ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജോർജ് ആണെങ്കിൽ അവൾ ഞാനുമായിട്ട് ബ്രേക്കപ്പായി, ഇനി ഞാൻ ആരെയും പ്രേമിക്കാൻ പോകത്തൊന്നുമില്ല, ഞാൻ പഠിക്കാൻ പോകാൻ, ഞാൻ നല്ല പഠിച്ച് തന്നെ മാർക്ക് വാങ്ങാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. ആ സമയം ജിന്നിൻ്റെ അടുത്ത് നിനക്കാരെ ഇഷ്ടമല്ലേ എന്നൊക്കെ ഇങ്ങനെ കെൻഡോയൊക്കെ ചോദിക്കുന്നുണ്ട്. ജിന്നപ്പോൾ ഇഷ്ടമുണ്ടെങ്കിലും അത് നടക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ജോർജും കെൻഡോയോ അപ്പം നിനക്ക് ശരിക്കും ആരും ഇഷ്ടമുണ്ടല്ലേ, സത്യം പറ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ജിന്ന് അങ്ങനെയൊന്നുമില്ല മിണ്ടാതിരിക്കുന്നു പറഞ്ഞിട്ട് അവരിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം ഇവർ നടക്കുന്ന റോഡിൻ്റെ മുകളിലായിട്ട് ഒരു പാലം ഇങ്ങനെ പോകുന്നുണ്ട്. ആ പാലത്തിൽ ഹാരുവും പിന്നെ മറ്റൊരു സ്കൂളിലത്തെ യൂണിഫോം ഇട്ടിട്ട് ഒരു പെൺകുട്ടി നിൽക്കുന്ന കാണാണ്. ഇത് കാണുമ്പോഴത്തേക്കും ജിന്നാണെങ്കിൽ ഹാരു എന്തിനാ ആ ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ നിൽക്കുന്നത്, അവളിനി അവൻ്റെ ഗേൾ ഫ്രണ്ട് വല്ലതും ആണോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ജോർജിന് അത് കാണുമ്പോൾ ദേഷ്യമാണ് പറഞ്ഞത്, കാരണം അവനിപ്പോൾ ബ്രേക്കപ്പ് ആയതല്ലേ ഉള്ളൂ. അപ്പോൾ ഹാരു മറ്റൊരു പെൺകുച്ചിൻ്റെ അവിടെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും ജോർജിന് ജലസാവുന്നുണ്ട്. കെൻഡോ ആണെങ്കിൽ ഇതിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയുകൊണ്ട് അതിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവരെ കണ്ടതും ഹാരു ആണെങ്കിൽ ആ പെൺകുട്ടിയുടെ കൈയും പിടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. ആ സമയം ജിന്ന് അത് അവൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് തന്നെ ഉറപ്പിക്കുന്നുണ്ട്. പിന്നീട് അന്ന് രാത്രി ജിന്നിരുന്ന് പഠിക്കുന്ന സമയത്ത് ഹാരു അവനെ കോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ജിന്ന് മനഃപൂർവ്വം കോൾ എടുക്കാതെ ആ കോൾ കട്ട് ചെയ്തിട്ട് അവൻ്റെ ഫോൺ അവൻ സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്നുണ്ട്. അടുത്ത ദിവസം അന്ന് ക്ലാസ്സിലിരിക്കുമ്പോൾ ആയാൽ പോലും ജിന്ന് ഇവനൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഹാരു നോക്കിയാൽ പോലും തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നില്ല. അന്നാണെങ്കിൽ നോട്ടീസ് ബോർഡിൽ അവർക്ക് ഇപ്പോൾ കഴിഞ്ഞ ഒരു എക്സാമിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെന്ന് നോക്കിയപ്പോൾ 3-ാം സ്ഥാനത്ത് കിടന്ന ജിന്ന് 10-ാം സ്ഥാനത്തായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ 4-ാം സ്ഥാനത്ത് കിടന്ന കെൻഡോ 3-ാം സ്ഥാനത്തോട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ജോർജ് എപ്പോഴത്തെയും പോലെ പുറകിലും കിടക്കുന്നുണ്ടായിരുന്നു. ആ സമയം ജോർജ് ആർക്കാ ഡിസ്ട്രാക്ഷനൊക്കെ ഉണ്ടാവാത്തത്, കണ്ടില്ലേ നമ്മുടെ ജിന്ന് വരെ 10-ാം സ്ഥാനത്ത് എത്തിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ മാർക്ക് നോക്കിയിട്ടൊക്കെ നടന്നു പോകുന്നുണ്ട്. ആ സമയമാണ് അതുവഴി ഹാരുവും അവൻ്റെ ഫ്രണ്ടും വരുന്നത് ജിന്ന് കാണുന്നത്. ജിന്നങ്ങനെ പരമാവധി ഹാരുവിനെ നോക്കാതെ തന്നെ മൈൻഡില്ലാതെ നടക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ ഹാരു ശ്രദ്ധിക്കുന്നുണ്ട്. ഹാരുവിൻ്റെ ആണെങ്കിൽ വിഷമാവുന്നുണ്ട്, കാരണം ജിന്നാൻ ഇത്ര അവോയ്ഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ. അതേസമയം കെൻഡോ ആണെങ്കിൽ ജിന്നിനെയൊക്കെ വിളിച്ചിട്ട് അവനോട് സംസാരിക്കുന്നുണ്ട്. ഇതേപോലെ ഞാൻ ഒരു ട്യൂഷൻ ടീച്ചറിനെ അറേഞ്ച് ചെയ്യാൻ പോവാ, ആ ടീച്ചറിനെ തന്നെ നിനക്കും അറേഞ്ച് ചെയ്യട്ടെ, എങ്കിൽ പിന്നെ നമുക്ക് രണ്ടുപേർക്കും പഠിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ജിന്നു അപ്പോൾ ഓക്കെ എന്നുള്ള രീതി ഇരിക്കുകയാണ്. ഇതെല്ലാം തന്നെ ഹാരു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അന്ന് നൈറ്റ് പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് ജിന്ന് തിരിച്ചെത്തുമ്പോഴത്തേക്കും ഹാരു ആണെങ്കിൽ അവനെ വെയിറ്റ് ചെയ്ത് വീടിൻ്റെ ഫ്രണ്ടിൽ സ്റ്റെപ്പിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു. ഹാരു ആണെങ്കിൽ നനഞ്ഞുകൊണ്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. ജിന്ന് അവനെ കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. എന്നാൽ തിരിച്ചു വന്നിട്ട് ഹാരുവിനായിട്ട് കുട പിടിച്ച് കൊടുക്കുന്നുണ്ട്. ആ സമയം ഹാരുവിൻ്റെ മുഖമൊക്കെ മുറിഞ്ഞിരിക്കുന്ന കാണുമ്പോൾ അച്ഛൻ വീണ്ടും അടിച്ചോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഹാരു അതെ, പക്ഷേ ഞാൻ ഈ അടി തടയാതെ അച്ഛൻ്റെ നിന്ന് വാങ്ങിച്ചത് തന്നെയാണ്, കാരണം എനിക്ക് നിന്നോട് സംസാരിക്കാനും നിൻ്റെ അടുത്തേക്ക് വരാനൊരു കാരണം വേണമായിരുന്നു. ഇതെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പാവം തോന്നിയിട്ട് നീ എൻ്റെ അടുത്ത് മിണ്ടിയാലോ എന്ന് കരുതി എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ജിന്നൊന്നും പറയുന്നില്ല. ഹാരു അപ്പോൾ ജിന്നിൻ്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് ഇനി ഞാൻ നിന്നെ ഒരിക്കലും കിസ് ചെയ്യത്തില്ല, പ്ലീസ് എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നുണ്ട്. ആ സമയം ജിന്ന് ഒന്നും പറയാൻ നടന്നു പോകുന്നുണ്ട്. എന്നാൽ ഹാരു പുറകെ വരാത്തതുകൊണ്ട് തന്നെ അവൻ തിരിഞ്ഞു നോക്കിയിട്ട് ഹാരുവിൻ്റെ അടുത്ത് കയറി വാന്ന് പറഞ്ഞിട്ട് അവനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് 3-ാമത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ തന്നെ ബൈ.